ഓം സ്വാമി ദയാനന്ദ സരസ്വതി. ജീവിതവും ദർശനവും ഭാഗം 7. ആത്മസ്വരൂപികളെ സാദരം പ്രണാമം. അനന്തമഹിമാവാനായ പരമേശ്വരൻ്റെ മൂർത്തി നിർമ്മിക്കാൻ സാധ്യമല്ല. ഈശ്വരൻ്റെ അവതാരവാദവും ധർമ്മോദ്ധാരണവും അധർമ്മ സംഹാരവും മറ്റും വേദാനുകൂലമല്ല, ശരിയല്ല. ഈശ്വരൻ ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ഈശ്വരൻ സദാപി ഒരേ രീതിയിലിരിക്കുന്നു. ഈശ്വരനെ വേദത്തിൽ പറയുന്ന പദമാണ് അജൻ എന്ന്. അതിനർത്ഥം ഒരിക്കലും ജനനമില്ലാത്തവൻ എന്നാണ്. വേദം ഉദ്ഘോഷിക്കുകയാണ്, സ്വരീയസ്യ ച കേവലം തസ്മൈ ജ്യേഷ്ഠായ ബ്രഹ്മണേ നമഃ. അഥർവവേദം 10-ാം അധ്യായം 8-ാമത്തെ മന്ത്രം. അർത്ഥാത് ഏറ്റവും വലുതായ പരമേശ്വരന് നമ്മൾ നമസ്കരിക്കുന്നു. അവനിൽ സുഖം മാത്രമേ ഉള്ളൂ. അവൻ സുഖസ്വരൂപനാണ്. ദുഃഖത്തിൻ്റെ പര്യായം പോലുമില്ല. അത് ഏതേലും ഒരു സംഗതിയല്ല, ഏതൊരു പുരുഷൻ്റെയും വിഷയമല്ല. അങ്ങനെ സങ്കല്പിക്കാനും സാധ്യമല്ല. അത് എത്ര തന്നെ നല്ലതാണെങ്കിൽ തന്നെയും സത്യത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഏതേലും ധർമാത്മാവായ പുരുഷൻ ലോകത്തിൽ അവതരിച്ച് ജനങ്ങൾക്ക് മുൻപിൽ നല്ല ആദർശം പുലർത്തുമ്പോൾ അദ്ദേഹത്തെ ജനം അവതാരം എന്ന നാമം നൽകി ശ്രദ്ധാഭക്തിയോടെ നമിക്കുന്നു. അല്ലാതെ ഈശ്വരൻ ഒരിക്കലും ശരീരം ധരിക്കാറില്ല. ശ്രീരാമനും ശ്രീകൃഷ്ണനും മറ്റും ഉന്നത ശ്രേണിയിൽപ്പെട്ട മഹാപുരുഷന്മാരാണ്. ഈശ്വരപൂജ ഹൃദയത്തിലാണ് നടത്തേണ്ടത്. ഈശ്വരൻ നിരാകാരനാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള മൂർത്തികൾ, വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പൂജാതി ക്രിയകൾ പുറമേ നടത്തിയതുകൊണ്ട് വിശേഷ ഗുണങ്ങളൊന്നുമില്ല. മൂർത്തി ഒരുക്കി മണിമുഴക്കി ഈശ്വരനെ ആഹ്വാനം ചെയ്ത് പുഷ്പമർപ്പിക്കുന്നു, ആരതി ഒഴിയുന്നു, നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു, ചന്ദനം തൊടുന്നു. ഇവയെല്ലാം വ്യർത്ഥമാണ്, ഭൗതികമായ ചടങ്ങുകൾ മാത്രം. ഈശ്വരൻ ഹൃദയത്തിൽ വസിക്കുന്നു. പ്രേമപൂർവം പരമാത്മാവിനെ പിതാ മാതാ എന്ന് കരുതി ഭജിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. അതാണ് ഈശ്വരപൂജ. പരമാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ പ്രാണികളെയും സ്നേഹിക്കുക, നിരക്ഷരരെയും അനാഥരെയും ഉദ്ധരിക്കുക, ദരിദ്രരെയും ദുഃഖിതരെയും സഹായിക്കുക. ഇതാണ് ശരിയായ ഈശ്വരപൂജ. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, സ്വകർമ്മണാം തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. 18-ാം അധ്യായം 46-ാമത്തെ ശ്ലോകം. ആത്മഭാവങ്ങളെ ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും, അർത്ഥാത് തൻ്റെ സത്കർമ്മങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിച്ചിട്ട് മനുഷ്യൻ മുക്തി അഥവാ പരമാനന്ദത്തെ പ്രാപിക്കട്ടെ. വൈദിക ധർമ്മത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠമായ ഉപദേശം ഇതാണ്:
എല്ലാ മനുഷ്യരെയും സഹോദരഭാവത്തോടെ ദർശിക്കുക. പരമാത്മാവിനെ മാതാപിതാക്കളായി കാണുക. അതിന് നന്മ ചെയ്യുക. അത് എല്ലാവരുടെയും കൂടിയാകട്ടെ. ആ നന്മ സ്നേഹപൂർവം പെരുമാറുക. ജന്മം കൊണ്ട് നിമ്നോന്നത ചിന്ത അഥവാ ഗർവ് കാട്ടുക അത് പാടില്ലാത്തതാണ്. ചിലരെ അസ്പൃശ്യരായി കരുതുക ഇതൊരിക്കലും ശരിയല്ല. അത് അധർമ്മമാണ്, വൈദിക വിരുദ്ധവുമാണ്. വേദം അനുശാസിക്കുന്ന മൂന്നാമത്തെ സന്ദേശം നോക്കുക. ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കുന്നു. കർമ്മത്തിനനുസരിച്ചാണ് ഫലം. നന്മയുടെ ഫലം നന്മയാണ്, തിന്മയുടെ ഫലം ദുഃഖവും പശ്ചാത്താപവുമാണ്. നന്മയുടെ ഫലം സുഖവും ആനന്ദവുമാണ്. ദുഷ്കർമ്മഫലം അശാന്തിയാണ്, ദുഃഖമാണ്. സത്കർമ്മഫലം ശാന്തിയും സന്തോഷവുമാണ്. ഈശ്വരൻ ന്യായാധീശനാണ്. ലോകത്തിൽ കളവും അധർമ്മവും അധികകാലം നിലനിൽക്കുകയില്ല. ഒരിക്കൽ കളവ് വെളിച്ചത്ത് വരും, തെളിയും, പ്രകാശിക്കും. നന്മ വിജയത്തിലേക്ക് നയിക്കുന്നു. മുണ്ടകോപനിഷത്തിൽ ഋഷി പറയുന്നു, സത്യമേവ ജയത്തെ നാനർത്ഥം. അന്തിമ വിജയം സത്യധർമ്മങ്ങൾക്കാണ്. സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും മാർഗം ത്യജിക്കരുത്. സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് വളരെ ശ്രമകരമാണ്. ഈശ്വരൻ ന്യായകാരിയാണ്. ദയവ് കാട്ടുന്നു, നമുക്ക് നല്ല ഫലം തരും. സകല കർമ്മങ്ങളുടെയും ഫലം ഇതേ ജന്മത്തെ തന്നെ അനുഭവിക്കണമെന്നില്ല. ജന്മാന്തരങ്ങളിലേക്കും നീണ്ടുപോകും. പൂർവജന്മാനുഭവം ഓർമ്മ വരുന്നില്ല എന്ന് ചിന്തിച്ച് അതിനെ അവിശ്വസിക്കരുത്. 2-3 ദിവസം മുൻപ് എന്തൊക്കെ ഭവിച്ചു എന്നത് ഓർത്തെടുക്കാൻ വിഷമമാണല്ലോ. പല ജന്മങ്ങളുണ്ടാകുന്നു എന്നതിന് പ്രമാണങ്ങളുണ്ട്. ചിലർ നല്ല ആരോഗ്യത്തോടുകൂടി ഭൗതികമായ ഒട്ടനവധി സുഖഭോഗങ്ങൾ വേണ്ടത്ര അനുഭവിക്കുന്നു. യാതൊരു ദുഃഖവുമില്ല. അവരുടെ മനസ്സും ബുദ്ധിയും ശരീരവും സുദൃഢമാണ്. മറ്റൊരു കൂട്ടരുണ്ട്, നിത്യദരിദ്രർ, ദുഃഖിതർ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ല. മനസ്സും ബുദ്ധിയും ശരീരവും ദുർബലം. ഒരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. അത്തരം ആളുകൾ എങ്ങനെയുള്ളവരാണ്? ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്തവർ എന്തുകൊണ്ടാണ്? പൂർവ ദുഷ്കൃതങ്ങൾ കൊണ്ട്, പൂർവജന്മ കർമ്മ ദുഷ്പരിണാമം കൊണ്ടാണത് സംഭവിക്കുന്നത്. ചില കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ വലിയ കവികളും ഗായകരും വിദ്വാൻമാരും ചിത്രകാരന്മാരും ശക്തിമാന്മാരും ആകുന്നു. എന്തുകൊണ്ട്? പൂർവജന്മ സംസ്കാരം, തപസ്, സത്കർമ്മഫലം. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ എന്നൊരു ചൊല്ല് ജ്യോതിഷത്തിലുണ്ടല്ലോ. കഴിഞ്ഞ ജന്മാനുഭവങ്ങൾ ഓർക്കുന്ന എത്രയോ കുട്ടികളുണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ച് സത്യമെന്ന് തെളിഞ്ഞിരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ 9 വയസ്സുള്ള ഒരു പെൺകുട്ടി ശാന്തിദേവി പൂർവജന്മാനുഭവങ്ങൾ പറയുന്നത് എല്ലാം ശരിയെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് ആശ്ചര്യജനകമാണ്. മധ്യപ്രദേശിലെ
സ്വർണലത എന്ന പെൺകുട്ടി പൂർവജന്മസ്മൃതികൾ ശരിയെന്ന് തെളിഞ്ഞ വിവരം പത്രങ്ങളിൽ വാർത്തയായി വന്നിരിക്കുന്നു. ഗംഗ, യമുന, സരസ്വതി, കാവേരി, ഗോദാവരി തുടങ്ങിയ നദികളിലെ തീർത്ഥസ്ഥാനാനുഭവങ്ങൾ എത്രയോ സഞ്ചാരികൾക്ക്, തീർത്ഥാടകർക്ക് ഇന്നും ഫലദായകമായി കാണുന്നു. ഹരിദ്വാരം, ദ്വാരക, ജഗന്നാഥപുരി, രാമേശ്വരം, കന്യാകുമാരി തുടങ്ങിയ തീർത്ഥയാത്ര, പമ്പാസ്നാനം എന്നിവ അനുദിനം വർദ്ധിച്ചു വരുന്നു. ഗുണഫലം ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ. വിശ്വാസം കൊണ്ടുള്ള മനഃശാസ്ത്ര വിജയം എന്നും പറയാം. യുക്തിക്ക് വിരുദ്ധമെന്നും ചിലർ പറയുന്നു. വാസ്തവം ഇതാണ്: പാപഫലം അവശ്യം അനുഭവിക്കേണ്ടി വരുന്നു. അത് അനുഭവിക്കാതെ അതിൽ നിന്നുള്ള മോചനം ഉണ്ടാകുന്നില്ല. സത്യം, ക്ഷമ, ഇന്ദ്രിയ നിഗ്രഹം, ഭൂതദയ, മനസ്സിൻ്റെ പവിത്രത, ബ്രഹ്മചര്യം, അഹിംസ ഇവയെല്ലാം ശരിയായ തീർത്ഥമാണ്. അവയുടെ ഫലമായി മനുഷ്യൻ സംസാരരൂപിയായ സമുദ്രം തരണം ചെയ്യുന്നു. മഹാഭാരതം ഇങ്ങനെ ഉദ്ഘോഷിക്കുന്നു: സത്യം തീർത്ഥം, ക്ഷമാ തീർത്ഥം, തീർത്ഥമിന്ദ്രിയ നിഗ്രഹ, ബ്രഹ്മചര്യം പരം തീർത്ഥം, അഹിംസാ തീർത്ഥം ഉച്യത്തെ, സർവഭൂതദയാ തീർത്ഥം, തീർത്ഥമാർജവമേവ ച, തീർത്ഥാനാം ഉത്തമം തീർത്ഥം, വിശുദ്ധിർ മനസഃ പുനഃ. പത്മപുരാണം, ഉത്തരഖണ്ഡം, അധ്യായം 237. ദുഃഖം മാറിയിട്ട് മുക്തി ലഭിക്കുന്നതിന് ഓരോരുത്തർക്കും സത്യവും ബ്രഹ്മചര്യവും അഹിംസയും ചിത്തശുദ്ധിയും ഉണ്ടാകണം. ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. തുടർന്ന് അടുത്തത് ശ്രദ്ധിക്കാം. സ്വസ്തി, ശുഭം ഭൂയാത്.